ATMിൽ നിന്ന് പണം പിൻവലിക്കാൻ ഇനി ചെലവേറും. ചാർജ് പരിഷ്കരണത്തിന് നീക്കം. പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ രാജ്യത്തെ ATM ഇടപാടുകളുടെ ഫീസും കൂടിയേക്കും. മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗിക്കുമ്പോൾ നൽകേണ്ട ATM ഇന്റർചേഞ്ച് ഫീസ് ഉയർത്താനാണ് നീക്കം. നിലവിൽ 19 രൂപയാണ്, 21 രൂപയാക്കി ഉയർത്തുമെന്നാണ് വിവരം. ബാങ്കുകളുടെ ATM പ്രവർത്തന ചെലവിന് ഇനി മുതൽ രാജ്യത്തെ മൊത്തം വില പണപ്പെരുപ്പ സൂചികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ മാസവും ഇനി ATM ഫീസിൽ മാറ്റമുണ്ടാകാം. പ്രവർത്തന ചെലവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ATM ഫീസിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സൗജന്യ പരിധി കഴിഞ്ഞതിനു ശേഷം മറ്റൊരു ബാങ്കിന്റെ ATM ഉപയോഗിക്കുമ്പോൾ നൽകേണ്ടതാണ് ATM ഇന്റർചേഞ്ച് ഫീസ്. ഡെബിറ്റ് കാർഡ് അനുവദിച്ച ബാങ്കാണ് ATMന്റെ ഉടമസ്ഥരായ ബാങ്കിന് ഫീസ് നൽകേണ്ടതെങ്കിലും ഉപഭോക്താക്കളിൽ നിന്നാണ് നിലവിൽ ഇത് ഈടാക്കുന്നത്. നിലവിൽ ഉപഭോക്താവ് ATMിൽ നിന്ന് എത്ര തുക പിൻവലിച്ചാലും ഒരേ ഫീസ് തന്നെയാണ് നൽകേണ്ടത്. ഇനി ഇതിൽ മാറ്റമുണ്ടാകും. സൗജന്യ പരിധിക്ക് ശേഷം ഈടാക്കുന്ന ഫീസ് മാറും. നിലവിൽ മെട്രോ നഗരങ്ങളിൽ മറ്റ് ബാങ്കുകളുടെ 3 ഗ്രാമങ്ങളിൽ 5 ATM ഇടപാടുകളാണ് സൗജന്യം. അതിനുശേഷം പണം നൽകേണ്ടി വരും. നിലവിൽ ATM ഫീസ് നിശ്ചയിക്കുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനും റിസർവ് ബാങ്കും ചേർന്നാണ്. ഇതിൽ കാലതാമസം വരാറുണ്ടെന്നും കൃത്യമായ ഇടവേളകളിൽ ഫീസ് പുനർനിശ്ചയിക്കണമെന്നുമാണ് ഈ മേഖലയിലെ കമ്പനികളുടെ ആവശ്യം. 2011 ശേഷം 3 തവണ മാത്രമാണ് ഫീസ് കൂടിയതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം മെയ്യിൽ 2 രൂപ വർദ്ധിപ്പിച്ച് 19 രൂപയാക്കിയാണ് ഏറ്റവും ഒടുവിലത്തേത്. 2021 ഓഗസ്റ്റിലും 2 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അതിനു മുൻപ് ഏറെക്കാലം 15 രൂപയായിരുന്നു ഫീസ്. എന്നാൽ മൊത്തം വിലക്കയറ്റ തോതുമായി ഇതിനെ ബന്ധിപ്പിച്ചാൽ RBI NPCI അനുമതി ഇല്ലാതെ തന്നെ കമ്പനികൾക്ക് ഫീസ് കുറയ്ക്കാനും കൂട്ടാനും കഴിഞ്ഞേക്കുമെന്നാണ് കരുതുന്നത്. ATM കൗണ്ടറുകളുടെ പ്രവർത്തന ചെലവ് വർദ്ധിച്ചു എന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ATM ഇൻഡസ്ട്രി പറയുന്നത്. അടുത്ത കാലത്തായി കെട്ടിട വാടക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി നിരക്കും ATMിൽ പണം നൽകേണ്ട ചെലവും കൂടി. 2000 രൂപയുടെ നോട്ടുകൾ ATMകളിൽ നിന്ന് പിൻവലിച്ചതും സ്ഥിതി വഷളാക്കി. 500 രൂപയോ അതിൽ താഴെയോ കറൻസി മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്. ഇത് കൂടുതൽ തവണ ATMിൽ പണം നിറയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് നയിച്ചു.